ഹായ് യെസ് ഞാൻ ഓഡിബിളും വിസിബിളും ആണോ? യെസ് ഞാൻ ഓഡിബിളും വിസിബിളും ആണോ എന്ന് പറയാമോ? ഹായ് യെസ് ഞാൻ ഓഡിബിളും വിസിബിളും ആണോ? യെസ് ഞാൻ ഓഡിബിളും വിസിബിളും ആണോ എന്ന് പറയാമോ? സുജിത്തെ വോയിസ് ഓക്കെ സുജിത്തെ? വോയിസിന് ഇപ്പൊ എക്കോ ഉണ്ടോ? വോയിസ് ഇപ്പൊ എക്കോ ഒന്നും ഇല്ലാതെ പെർഫെക്റ്റ് അല്ലേ വോയിസ്? വോയിസ് ഇപ്പൊ ഓക്കെ അല്ലേ? സോ നമ്മള് തിയറി ഓഫ് അപ്പാരന്റ് കണ്ടീഷനിങ്ങിലേക്കാണ് ഇന്ന് പോകുന്നത്. Yes. അത് ചെറിയൊരു ടോപ്പിക് ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനുശേഷം നമ്മൾ ഹ്യൂമാനിസത്തിലേക്ക് പോകും. പിന്നെ രണ്ട് സ്റ്റാൻഡ് അലോൺ ടോപ്പിക്കുകളാണുള്ളത്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, തോണ്ടിക്കിന്റെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ട് ഞാൻ അത് അവസാനമായിരിക്കും എടുക്കുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? സോ നമുക്ക് പതുക്കെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നമുക്ക് പതുക്കെ എങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. വോയിസ് ഓക്കെ ആണ്. യെസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? യെസ്, തിയറി ഓഫ് ഒപ്പാരന്റ് കണ്ടീഷനിങ്. തിയറി ഓഫ് ഒപ്പാരന്റ് കണ്ടീഷനിങ്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് പറഞ്ഞല്ലേ? തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് അതെന്താണ്? അത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് പറഞ്ഞ ആളുടെ പേരെന്താണ്? പെഡ്രോ ഇവാനോവിച്ച് പാവ്ലോവ് അല്ലെ? പെഡ്രോ ഇവാനോവിച്ച് പാവ്ലോവ് ആണ് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് പറഞ്ഞത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ, എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട പാവ്ലോവ് പറഞ്ഞത്? നമ്മുടെ പാവ്ലോവ് എന്താണ് പറഞ്ഞത്? സിമ്പിളായിട്ട് യെസ്, നമുക്ക് ഒറ്റ നോട്ടാണ് കേട്ടോ വരിക. യെസ്, കാരണം നമുക്ക് ഇത് ബിഹേവിയേഴ്സ് അപ്രോച്ചസ് ഇൻ ഹ്യൂമൻ സൈക്കോളജി എന്ന് പറയുന്ന ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ആ തിയറി ഓഫ് അപ്പാരന്റ് കണ്ടീഷനിങ്, തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഇത് രണ്ടും ഒരുമിച്ചാണ് പഠിക്കുന്നത്. കാരണം നമുക്ക് സമയം 1 മണിക്കൂർ ഉള്ളത് കൊണ്ടാണ് അത് ഒരുമിച്ച് എടുക്കാൻ പറ്റാത്തത്. ഓക്കെ, അത് രണ്ടും ഒരുമിച്ച് എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുക. ഓക്കെ, യെസ്. അപ്പൊ ആ കൺഫ്യൂഷൻ, ആ ടെൻഷൻ വേണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കുറിച്ച് വെക്കുക. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ നോട്ട് കിട്ടുന്നുണ്ട് എന്ന് കരുതിയിട്ട് നോട്ട്സ് എഴുതിയെടുക്കാറില്ലേ? നോട്ട്സ് കിട്ടുന്നുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കാറില്ലേ? ഒരിക്കലും അത് ചെയ്യരുത് കേട്ടോ. നോട്ട്സ് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. സ്വന്തം കൈപ്പടയിൽ എന്താണോ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ. ഞാൻ നോട്ട്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. എല്ലാവർക്കും പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകത്തക്ക രീതിയിലാണ് ഞാൻ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ എഴുതി വെക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. അതിൽ നോ കോംപ്രമൈസ്. അപ്പൊ ഒരു കാര്യം ചെയ്യണം സുജിത്തെ, വീട്ടിൽ പോയിട്ട് എഴുതണം. വീട്ടിൽ പോയിട്ട് റെക്കോർഡിങ് കണ്ടിട്ട് എഴുതണം. യെസ്, നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് നോട്ട്സ് ഉണ്ടാക്കുന്ന ബെനഫിറ്റ് നിങ്ങൾക്ക് വേറെ ഒരു പ്രിന്റഡ് നോട്ടും തരാൻ കഴിയില്ല. കാരണം അതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്ത് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാം. യെസ്, അതുകൊണ്ടാണ് പേഴ്സണലൈസ്ഡ് നോട്ട്സ് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. യെസ്, നോട്ട്സ് ഇവിടുന്ന് തരും. ഓക്കെ, ഇവിടുന്ന് തരിക തന്നെ ചെയ്യും. പക്ഷെ നിങ്ങൾ പേഴ്സണലായിട്ട് സ്വന്തം കൈപ്പടയിൽ ഒരു നോട്ട് പുസ്തകം എല്ലാ സബ്ജക്റ്റിനും ഉണ്ടാക്കി വെക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതാണ് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. അതിന്റെ തിയറി എന്താണെന്ന് ഒന്ന് പറയാവോ? അതിന്റെ തിയറി എന്താണ്? എന്താണ് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പറയുന്നത്? ഓർമ്മയില്ലേ? പാവ്ലോവിന്റെ എക്സ്പെരിമെന്റ് ഓർമ്മയില്ലേ? പട്ടിക്ക് തീറ്റ കൊടുക്കുന്ന, മണിയടിപ്പിച്ച് തീറ്റ കൊടുക്കുന്ന. മണിയടിക്കുന്നു, പട്ടിക്ക് തീറ്റ കൊടുക്കുന്നു, പട്ടിയുടെ വായിൽ നിന്ന് വെള്ളം വരുന്നു. പാവ്ലോവിന്റെ എക്സ്പെരിമെന്റ് ഓർമ്മയില്ലേ? യെസ്, അതിൽ നിന്ന് പാവ്ലോവ് എന്താണ് കണ്ടെത്തിയത്? യെസ്, പറയൂ, അതിൽ നിന്ന് പാവ്ലോവ് എന്താണ് കണ്ടെത്തിയത്?
പോയോ? സുജിത്ത് പോയോ? എന്താ കണ്ടെത്തിയത്? ഒരു സ്റ്റിമുലസിന് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റിമുലസിന് ഈവൻ ദോ ഇറ്റ് ഈസ് എക്സ്റ്റേണൽ സ്റ്റിമുലസ് ക്യാൻ ക്രിയേറ്റ് റെസ്പോൺസ്. എന്താണ്? എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആണെങ്കിലും, അല്ലെങ്കിൽ എന്താണ്, എക്സ്റ്റേണൽ സ്റ്റിമുലസിന് വേണമെങ്കിലും എന്ത് ചെയ്യാനായിട്ട് പറ്റും? റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് പറ്റും. എക്സ്റ്റേണൽ സ്റ്റിമുലസിന് വേണമെങ്കിലും റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതാണ് പറയുന്നത്. ഇതാണ് ആര് പറയുന്നത്? പാവ്ലോവ് പറയുന്നത്. ഇത് സ്കിന്നർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പരീക്ഷണം നടത്തണം. ഓക്കെ, എനിക്കൊരു പരീക്ഷണം നടത്തണമെന്ന് സ്കിന്നർ പറഞ്ഞു. സ്കിന്നർ എന്ത് ചെയ്തു? ഒരു എലിയെയും പ്രാവിനെയും, ഒരു എലിയെ ആദ്യം സ്കിന്നറുടെ പരീക്ഷണങ്ങൾ നടത്തിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എലികളിലും പ്രാവുകളിലുമാണ്. ഓക്കെ, സ്കിന്നറുടെ പരീക്ഷണം നടന്നിരിക്കുന്ന എവിടെയാണ്? എലികളിലും പ്രാവുകളിലുമാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ സ്കിന്നർ ആദ്യം എന്ത് ചെയ്തു? ഒരു എലിയെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? ഒരു കൂട്ടിലിട്ടു. ഇതിന് 2 സ്വിച്ചും വെച്ചു. ഓക്കെ, ഒരു എലിയെ പിടിച്ച് ഒരു കൂട്ടിലിട്ടിട്ട് എന്ത് ചെയ്തു? ആ കൂട്ടില് 2 ലിവറുകൾ വെച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോൾ എലിക്ക് വിശക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ എലി നല്ല ഹാപ്പി ആയിരുന്നു, അതിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ ഓടി ഓടി തുള്ളി കളിച്ച് നടന്നു. പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? പതുക്കെ ഇത് ചെല്ലുന്നതനുസരിച്ച് എലിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പൊ എലി എന്ത് ചെയ്തു? എലി അറിയാതെ ഇതില് അപ്പൊ എലി എന്ത് ചെയ്തു? എലി അറിയാതെ പോയിട്ട് ഇതില് ഒരു ലിവറിൽ പോയി തട്ടിയപ്പോ എന്ത് ചെയ്തു? ഒരു ചെറിയ കറണ്ട് ഇതിലേക്ക് വന്നു. എലിക്ക് ഒരു ചെറിയ കറണ്ട് അടിച്ചു. ഓക്കെ, അറിയാതെ ഒരു ലിവറെ പോയി തട്ടിയപ്പം എലിക്ക് എന്ത് സംഭവിച്ചു? എലിക്ക് ചെറുതായിട്ടൊന്ന് കറണ്ട് അടിച്ചു. എലി പേടിച്ച് മാറിയിരുന്നു. പിന്നെ 2 ലിവർ കാണുമ്പോഴും എന്താണ്? എലിക്കൊരു പേടിയാണ്. ഓക്കെ, പിന്നെ 2 ലിവർ കാണുമ്പോഴും എലിക്ക് പേടിയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? പിന്നെയും വിശക്കാൻ തുടങ്ങി. വിശന്നിങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് മറ്റൊരു ലിവറിൽ തട്ടി. ഓക്കെ, വിശന്നിങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് മറ്റൊരു ലിവറിൽ പോയി തട്ടി. അങ്ങനെ തട്ടിയപ്പോൾ, ഓക്കെ, അങ്ങനെ മറ്റൊരു ലിവറിൽ പോയി നമ്മുടെ എലി തട്ടിയപ്പോൾ ആണ്ടടാ ഭക്ഷണം ഇങ്ങ് വരുന്നു. എന്താ സംഭവിക്കുന്നത്? ഭക്ഷണം ഇങ്ങ് വരുന്നു. അപ്പൊ എലിക്ക് എന്ത് തോന്നി? ഭക്ഷണം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എലിക്ക് എന്ത് മനസ്സിലായി? ഫുഡ് ഈസ് കമ്മിങ്. ഓക്കെ, ഭക്ഷണം വരുന്നുണ്ട് എന്ന് എലിക്ക് മനസ്സിലായി. അപ്പൊ എലിസാർ എന്ത് ചെയ്തു? എലിസാർ ഇങ്ങനെ നിന്നു. കുറച്ചു നേരം എലിസാർ ഇങ്ങനെ നിന്നു. പിന്നെ എന്ത് ചെയ്തു? ഭക്ഷണമൊക്കെ കഴിച്ചു, കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അത് കഴിഞ്ഞിട്ട് പിന്നെയും വിശക്കാൻ തുടങ്ങിയപ്പോ എന്ത് ചെയ്തു? പിന്നെയും ഇതുപോലെ പോയിട്ട് ഓടി നടന്ന് ഏതോ ഒരു ലിവറെ പോയി തട്ടി കറണ്ട് അടിച്ചു, മാറിക്കിടന്നു. കറങ്ങി പോയിട്ട് ഫുഡുള്ള ലിവറെ തട്ടി ഫുഡ് വന്നു. ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോൾ എലിസാറിന് മനസ്സിലായി, ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതിലാണ് എന്തുള്ളത്? ഫുഡ് ഉള്ളത്. റൈറ്റ് സൈഡിൽ ഇരിക്കുന്നതിൽ പോയി തൊട്ട് കഴിഞ്ഞാല് കറണ്ട് അടിക്കും. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതിൽ ഫുഡ്, റൈറ്റ് സൈഡിൽ കറണ്ട്. എലിസാറിന് കറക്റ്റ് ആയിട്ട് കാര്യം മനസ്സിലായി. പിന്നെ ഈ കാര്യം ഒരിക്കൽ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എലിസാർ എന്ത് ചെയ്യും? കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ എലിസാർ പിന്നെ നേരെ പോയിട്ട് കറണ്ട് അടിക്കുന്ന ലിവറെ തൊടുവോ? നേരെ പോയിട്ട് എലിസാർ പോയി കറണ്ട് അടിക്കുന്ന ലിവറെ തൊടുവോ? നിങ്ങൾ പറ. അതിനെ എലിസാർ നേർച്ച വല്ലതും നേർന്നിട്ടുണ്ടോ? 100 തവണ കറണ്ട് അടിച്ച് വേളാങ്കണ്ണിക്ക് പോയിക്കോളാന്ന്? ഇല്ലല്ലോ. യെസ്, അപ്പൊ അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ദിസ് ഈസ് എ റിവാർഡ് ഗെയിനിങ് റെസ്പോൺസ്, അല്ലേ?
അതെന്താണ്? ഇത് ഒരു റിവാർഡ് തരുന്ന റെസ്പോൺസ് ആണ്. എന്ത്? ഒരു റിവാർഡ് തരുന്ന റെസ്പോൺസ് ആണ്. ഏത്? ലിവറിൽ ഞെക്കുമ്പോൾ ഫുഡ് വരുന്നത്. നേരെ മറിച്ച് മറ്റേതോ, ദിസ് ഈസ് എ ഇൻഹിബിറ്റിംഗ് റെസ്പോൺസ്. അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റെസ്പോൺസ് ആണ്. അപ്പൊ രണ്ട് റെസ്പോൺസുകൾ ഉണ്ട്. റിവാർഡ് ഗെയിനിങ് റെസ്പോൺസ് അല്ലെങ്കിൽ പോസിറ്റീവ് റെസ്പോൺസും ഉണ്ട്. മറ്റൊന്ന് എന്താണ്? നെഗറ്റീവ് റെസ്പോൺസും ഉണ്ട്. ഓക്കെ, പോസിറ്റീവ് റെസ്പോൺസും ഉണ്ട്, നെഗറ്റീവ് റെസ്പോൺസും ഉണ്ട്. ഇതിൽ ഏതാണ് പ്രവർത്തിക്കുന്നത്? ഇതിൽ ഏതാണ് പ്രവർത്തിക്കുന്നത്? ഒരു വ്യക്തിയോ ജീവിയോ അവരെല്ലാവരും ഏത് റെസ്പോൺസ് ആയിരിക്കും കൂടുതലും ചെയ്യുക? ഏത് റെസ്പോൺസ് ആണ് കൂടുതൽ ചെയ്യുക? ഒരു ജീവി ഏത് റെസ്പോൺസ് ആണ് കൂടുതൽ ചെയ്യുക? എന്താണ്? റിവാർഡ് ഗെയിനിങ്. ഉറപ്പല്ലേ? അതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു വ്യക്തി എല്ലായ്പ്പോഴും ഏതാണ് ചെയ്യുക? റിവാർഡ് ഗെയിനിങ് ആയിരിക്കും ചെയ്യുക. പക്ക? പക്കയല്ലേ? സംശയം എന്തെങ്കിലും ഉണ്ടോ? പോയിന്റ് മനസ്സിലായോ? ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മൾ ഏത് ജീവിയാണെങ്കിലും, ഓക്കെ, ഏത് ജീവിയാണെങ്കിലും എന്തേ ചെയ്യുകയുള്ളൂ? റിവാർഡ് ഗെയിനിങ്ങേ ചെയ്യുകയുള്ളൂ. ഇനി എന്താണ് നമ്മൾ നേരത്തെ ഒരു വാക്ക് പറഞ്ഞല്ലോ, ഒപ്പാരന്റ്. ഈ ഒപ്പാരന്റ് എന്ന വാക്കിന്റെ അർത്ഥം ഇത് മനസ്സിലാക്കിയാൽ തന്നെ ഇതിന്റെ ഉത്തരം കിട്ടിയ എന്താണ്? റെസ്പോൺസ് ടു ദി റെസ്പോൺസ് ടു റെസ്പോൺസ് ഓഫ് എ സ്റ്റിമുലസ്. അതായത് എലിസാറ് നോക്കൂ, പെട്ടിക്കകത്ത് കിടക്കുന്ന എലിസാറിന്റെ സ്റ്റിമുലസ് എന്താണ്? പെട്ടിക്കകത്ത് കിടക്കുന്ന എലിസാറിന്റെ സ്റ്റിമുലസ് എന്താണ്? ഈ പെട്ടിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുന്ന എലിസാറിന്റെ സ്റ്റിമുലസ് എന്താണ്? ഫുഡല്ല, ഹങ്കർ. ഓക്കെ, ഹങ്കർ, വിശപ്പ്, ഹങ്കർ. ഇതിനോടുള്ള റെസ്പോൺസ് ഏതാണ്? ഐദർ പ്രസ്സിംഗ് ലിവർ എ ഓർ പ്രസ്സിംഗ് ലിവർ ബി. ഓക്കെ, ഇതിൽ ബിയിൽ ഞെക്കുമ്പോൾ എന്ത് കിട്ടും? ഫുഡ് കിട്ടും. സോറി, എയിൽ ഞെക്കുമ്പോൾ ഫുഡ് കിട്ടും, ബിയിൽ ഞെക്കുമ്പോൾ കറണ്ട് കിട്ടും. സോ എന്താണ്? ഈ സ്റ്റിമുലസിനോടുള്ള റെസ്പോൺസ് ആണ് ഐദർ പ്രസ്സിംഗ് എ ഓർ ബി. എയോ ബിയോ പ്രസ് ചെയ്യുക എന്നുള്ളത് എന്താണ്? ആ സ്റ്റിമുലസിനോടുള്ള റെസ്പോൺസ് ആണ്. ഓക്കെ, ഇനി ഇതിൽ നിന്നൊരു റിവാർഡ് കിട്ടുമല്ലോ. ഓക്കെ, ഐദർ ഫുഡ് ഓർ ഇലക്ട്രിസിറ്റി. അതിനോടുള്ള റെസ്പോൺസ് എന്താണ്? ഐദർ റിപ്പീറ്റിംഗ് ഓർ അവോയ്ഡിങ് ദ ആക്ഷൻ. അപ്പൊ അതിനെയാണ് നമ്മൾ ഒപ്പാരന്റ് എന്ന് പറയുക. ദ റെസ്പോൺസ് ടു ദി റെസ്പോൺസ് ഓഫ് എ സ്റ്റിമുലസ്. യെസ്, പോയിന്റ് കിട്ടിയോ? ഓക്കെ, പോയിന്റ് കിട്ടിയോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, പക്ക? യെസ്, ഇത്രയേ ഉള്ളൂ തിയറി ഓഫ് അപ്പാരന്റ് കണ്ടീഷനിങ്. യെസ്, ഇത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. ഓക്കെ, ഇത്രയേ ഉള്ളൂ തിയറി ഓഫ് അപ്പാരന്റ് കണ്ടീഷനിങ്. കിട്ടിയോ? സോ ഇത് ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കുക. യെസ്, തിയറി ഓഫ് അപ്പാരന്റ് കണ്ടീഷനിങ്.
ഇപ്പൊ നമ്മൾ നെഗറ്റീവ് റെസ്പോൺസ് എന്ന് പറഞ്ഞല്ലോ, അതിനെ നമ്മൾ മറ്റൊരു പേര് കൂടെ പറയും നെഗറ്റീവ് റീഇൻഫോഴ്സർ. അതായത് നമ്മൾ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ട്. നമ്മൾ ഈ തിയറികളുടെ മറ്റു പേരുകൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ പേരുകൾ ഏതൊക്കെയാ? ഈ തിയറിയുടെ തന്നെ മറ്റു പേരുകൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ പേരുകൾ എന്തൊക്കെയാണ്? തിയറി ഓഫ് ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്, തിയറി ഓഫ് ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്, തിയറി ഓഫ് റിവാർഡ് ലേണിംഗ്, പിന്നെ എന്താണ് ഇതിന് പറഞ്ഞത്? റെസ്പോൺസ് സ്റ്റിമുലസ് റീഇൻഫോഴ്സ്മെന്റ് തിയറി എന്നൊക്കെ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? റെസ്പോൺസ് സ്റ്റിമുലസ് റീഇൻഫോഴ്സ്മെന്റ് തിയറി എന്നൊക്കെ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ടോ? യെസ്. അപ്പൊ ഇതിൽ റീഇൻഫോഴ്സ്മെന്റ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു കാര്യം തന്നെ എന്താണ്? എലിയെടുക്കുക, ചെയ്യുന്നത് തന്നെ പിന്നെയും ചെയ്യുക. ഓക്കെ, പക്ഷെ അത് എന്തേ നമ്മൾ ചെയ്യുള്ളൂ? ഒള്ളി എ പോസിറ്റീവ് തിയറി, ഒരു പോസിറ്റീവ് റെസ്പോൺസ്, ഒരു പോസിറ്റീവ് റെസ്പോൺസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? വീണ്ടും ചെയ്യുള്ളൂ. വൺസ് അഗെയിൻ. അപ്പൊ നമ്മള് പോസിറ്റീവ് റെസ്പോൺസിന് മറ്റെന്ത് പേര് പറയും? പോസിറ്റീവ് റെസ്പോൺസ് ഈസ് അതർവൈസ് നോൺ ആസ് പോസിറ്റീവ് റീഇൻഫോഴ്സർ. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് പോസിറ്റീവ് റീഇൻഫോഴ്സർ. നെഗറ്റീവ് റെസ്പോൺസോ ഈസ് അതർവൈസ് നോൺ ആസ് നെഗറ്റീവ് റീഇൻഫോഴ്സർ. ശരിയല്ലേ? അതർവൈസ് നോൺ ആസ് നെഗറ്റീവ് റീഇൻഫോഴ്സർ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന് മലയാളത്തില് പോസിറ്റീവ് റീഇൻഫോഴ്സർ അല്ലെങ്കിൽ പോസിറ്റീവ് റെസ്പോൺസിന് പറയുന്നത് ധനപ്രബലനവും രണപ്രബലനവും. ഓക്കെ, ധനപ്രബലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. രണപ്രബലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, കിട്ടിയോ? മാറിപ്പോവരുത്. കാരണം നമുക്ക് മലയാളത്തിലായിരിക്കും ചിലരൊക്കെ, മിക്കവാറും നിങ്ങൾ എല്ലാവരും തന്നെ മലയാളത്തിലായിരിക്കും ചോദ്യപേപ്പറുകൾ നോക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ധനപ്രബലനവും രണപ്രബലനവും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പഠിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ക്ലാസ് കേട്ടിരിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിക്കോണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഇതിന്റെ നോട്ട്സും മറ്റു കാര്യങ്ങളും ഇതിന്റെ PYQസും ഒക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടാകാം. ഓക്കെ, എന്താണ് അവിടെ സംഭവിച്ചത്, എന്തുകൊണ്ട് ഇതിങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകാം. യെസ്. അപ്പൊ ഇതിൽ ഞാൻ ചോദിക്കുകയാണ്, ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്, ജസ്റ്റ് ശരിയാണോ തെറ്റാണോ എന്ന് പറയുക. ഋണപ്രബലനം ആവർത്തിക്കുവാൻ ഒരു ജീവി താല്പര്യപ്പെടുന്നു. ഓക്കെ, ഋണപ്രബലനം ആവർത്തിക്കപ്പെടുവാൻ ഒരു ജീവി താല്പര്യപ്പെടുന്നു. ആ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ഋണപ്രബലനം ആവർത്തിക്കുവാൻ ഒരു ജീവി താല്പര്യപ്പെടുന്നു. അത് മനുഷ്യനാകാം, മറ്റേതെങ്കിലും ജീവിയാകാം. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും ജീവി ഋണപ്രബലനം
ആവർത്തിക്കപ്പെടുവാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടോ? യെസ് ഒന്ന് നോക്കിയിട്ട് പറയാമോ? നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്നൊന്ന് പറയാമോ? ഒരു ജീവി ഋണപ്രബലനം ആവർത്തിക്കുവാൻ താല്പര്യപ്പെടുമോ? പ്രസ്താവന ശരിയാണോ തെറ്റാണോ? സുജിത്തില്ലേ? യെസ് യെസ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. പ്രബലനമല്ല, ധനപ്രബലനം. ഓക്കെ, ഒരു വ്യക്തി ഒരു വ്യക്തി എന്താണ് ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? എന്താണ് ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഋണപ്രബലനമല്ല. ഋണപ്രബലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അനഭിലാഷണീയമായ ഫലം. ഓക്കെ, അനഭിലാഷണീയമായ ഫലത്തെയാണ് നമ്മൾ എന്ത് എന്ന് പറയുക? ഋണപ്രബലനം അല്ലെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുക. ഓക്കെ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുക. നമ്മളത് ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ എന്താണ്, എലിസാറ് ഇതിന്റെ അകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. വിശന്നിരിക്കുന്ന എലിസാർ എന്താണ് ആഗ്രഹിക്കുന്നത്? വിശന്നിരിക്കുന്ന എലിസാറ് കറണ്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഇച്ചിരി കറണ്ട് കിട്ടിയായിരുന്നെങ്കിൽ ഇച്ചിരി കറണ്ട് കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് തിന്നായിരുന്നു എന്നായിരുന്നു എലിസാർ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും എന്താ, ഇച്ചിരി ഭക്ഷണം കിട്ടിയായിരുന്നെങ്കിൽ അവിടെ കറണ്ട് കിട്ടുന്നു എന്നുള്ളത് എന്താണ്? തികച്ചും അനഭിലഷണീയമല്ലേ? ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമല്ലേ? അല്ലെങ്കിൽ ഒരിക്കലും ആഗ്രഹിക്കേണ്ടാത്ത സാധനമല്ലേ? യെസ്. അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കേണ്ടാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കേണ്ടാത്ത ഒരു കാര്യം വരുമ്പോൾ അവിടെ എന്താണ് നടപടി? അത് ആവർത്തിക്കാൻ ശ്രമിക്കുമോ? അത് റിപ്പീറ്റ് ചെയ്യുമോ? ഇൻഹിബിറ്റ് ചെയ്യുമോ? ഇൻഹിബിറ്റ് ചെയ്യുമോ? ഒരു സംശയം വേണ്ട, അത് ഇൻഹിബിറ്റ് ചെയ്യും. ഒരു സംശയവും വേണ്ട, അത് ഇൻഹിബിറ്റ് ചെയ്യും. നേരെ മറിച്ച് ഞാനിവിടെ പറയുകയാണ് എന്താണ്, ഇവിടെ വാക്കുമാറ്റാണ്. ധനപ്രബലനം ആവർത്തിക്കുവാൻ ഒരു ജീവി താല്പര്യപ്പെടുന്നു. ഓക്കെ, ഒരു ജീവി, ഏത് ജീവി ആയിക്കൊള്ളട്ടെ, ആ ജീവി എന്താണ് താല്പര്യപ്പെടുന്നത്? ധനപ്രബലനം. ആ ജീവി താല്പര്യപ്പെടുന്ന എന്താണ്? ധനപ്രബലനം ആവർത്തിക്കുവാനാണ് അത് താല്പര്യപ്പെടുന്നത്. ശരിയായ പ്രസ്താവനയാണോ? ധനപ്രബലനം ആവർത്തിക്കുവാൻ ഒരു ജീവി താല്പര്യപ്പെടുന്നുണ്ടോ? അത് ശരിയായ പ്രസ്താവനയാണോ? യെസ്, തീർച്ചയായിട്ടും ശരിയാണ്, അല്ലെ? തീർച്ചയായിട്ടും ശരിയാണ്. കാരണം എന്താണ്? ധനപ്രബലനം എന്താണ്? അഭിലാഷണീയമായ ഫലമല്ലേ ഇവിടെ കിട്ടുന്നത്? നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്. ഓക്കെ, എന്താണ് എലിസാറിനെ സംബന്ധിച്ചിടത്തോളം? എലിസാർ എന്താണ് ആഗ്രഹിക്കുന്നത്? ഫുഡ്. ഓക്കെ, എലിസാറിനെ സംബന്ധിച്ചിടത്തോളം എലിസാർ ആഗ്രഹിക്കുന്ന സാധനം എന്താണ്? ഫുഡ്. ആ ഫുഡ് കൃത്യമായി കിട്ടുന്നു. ഒരു ലിവറിൽ അമർത്തുമ്പോൾ ആ ഫുഡ് കൃത്യമായി കിട്ടുന്നു. അങ്ങനെ കൃത്യമായി കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് പിന്നെയും പിന്നെയും ചെയ്യും. അങ്ങനെ കൃത്യമായ ഭക്ഷണം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ നടപടി പിന്നെയും പിന്നെയും ചെയ്യും. ഓക്കെ, പോയിന്റ് കിട്ടിയോ? യെസ്, പോയിന്റ് കിട്ടിയോ? പക്കയായിട്ട് കിട്ടിയോ? യെസ്, സെറ്റ് അല്ലേ? യെസ്, സെറ്റ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, പക്ക. യെസ്, അപ്പൊ ഈ ധനപ്രബലനവും ഋണപ്രബലനവും എന്താണെന്നൊക്കെ ഒന്ന് നോക്കി വെക്കണേ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. യെസ്, ഷാൽ വി പ്രൊസീഡ്? യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്തതിലേക്ക് പോകാം. ഷാൽ വി പ്രൊസീഡ്?
ഓക്കെ, പിന്നെ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. എന്താണ് ഇത്? മറ്റൊരു തിയറിയാണ്. ഓക്കെ, ബിഹേവിയേഴ്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ഓക്കെ, അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് മാനവികതാവാദം അല്ലെങ്കിൽ ഹ്യൂമാനിസം. ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ഹ്യൂമാനിസം. നിങ്ങൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഹ്യൂമാനിസം എന്ന് പറയുന്ന എന്താണത്? ഒരു നവോത്ഥാനം അല്ലെങ്കിൽ ഒരു എൻലൈറ്റൻമെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനമല്ലേ നവോത്ഥാനം, അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനമാണ് ഈ ഹ്യൂമാനിസം എന്ന് പറയുന്നത്. എന്താണ് ഹ്യൂമാനിസം എന്ന് പറയുന്നത്? നിങ്ങൾക്കിത് ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഹ്യൂമാനിസം? ഹ്യൂമാനിസം എന്ന വാക്ക് കൊണ്ട് നിങ്ങൾക്ക് എന്തു മനസ്സിലാകുന്നു? ഓക്കെ, ഹ്യൂമാനിസത്തിന്റെ പിതാവായിട്ട് ഈ ഹ്യൂമാനിസം അല്ല കേട്ടോ, നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഹ്യൂമാനിസത്തിന്റെ പിതാവായിട്ട് പറയുന്നത് പെട്രാർക്ക്. ഓക്കെ, പെട്രാർക്കിനെയാണ് നമ്മൾ ഹ്യൂമാനിസം അല്ലെങ്കിൽ മാനവികതാവാദം ശരിക്കുള്ള, അതായത് ഹിസ്റ്ററിയിലെ മാനവികതാവാദം, ഇത് മനഃശാസ്ത്രത്തിലെ മാനവികതാവാദം. ഓക്കെ, എന്നാണെങ്കിലും എന്താണ് ആ മാനവികതാവാദത്തിന്റെ പിതാവായിട്ട് നമ്മൾ പെട്രാർക്കിനെയൊക്കെ കാണാറില്ലേ? യെസ്. അവന്റെ ചോദ്യം ഇതാണ്, ആ ഹ്യൂമാനിസം, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഹ്യൂമാനിസം? ഹ്യൂമാനിസം എന്നതുകൊണ്ട് അല്ലെങ്കിൽ മാനവികത എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? സുഹൃത്തി ഒന്ന് പറയാവോ? സ്വാഭാവികമായിട്ടും നിങ്ങൾ നോക്കൂ, മാനവികതാവാദം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കേന്ദ്രത്തിൽ ആരായിരിക്കും? എന്തിനെ ചുറ്റിപ്പറ്റിയായിരിക്കും മാനവികതാവാദം പ്രവർത്തിക്കുക? നമ്മൾ മാനവികതാവാദം എടുത്തു കഴിഞ്ഞാൽ ഫോർ അക്കാഡമിക് പർപ്പസ് നമ്മൾ പഠിക്കുവാൻ വേണ്ടിയിട്ട് മാനവികതാവാദം എടുക്കുന്നു. അങ്ങനെ നമ്മൾ മാനവികതാവാദം എടുത്തു കഴിയുമ്പോൾ അതിന്റെ കേന്ദ്രത്തിൽ ആരുണ്ടാകും? മനസ്സിലായില്ല. അതായത് മാനവികതാവാദം നമ്മൾ ഹിസ്റ്ററിയിൽ, നിങ്ങൾ വേൾഡ് ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഹിസ്റ്ററി പഠിച്ചപ്പം നവോത്ഥാനം എന്നൊരാശയം പഠിച്ചിരുന്നോ? നവോത്ഥാനം പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? റിനൈസൻസ് എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ, റെനൈസൻസ് എന്ന് പറയുന്ന നവോത്ഥാനം. ഓക്കെ, പഠിച്ചിരുന്നോ? ഓർമ്മയുണ്ടോ? നമ്മൾ ഇംഗ്ലീഷിൽ റെനൈസൻസ് എന്നൊക്കെ പറയുന്ന എന്താണ്? ഒരു വാദം. യെസ്. അപ്പൊ ഈ റെനൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ, അതായത് ഒരു 17 നൂറ്റാണ്ട് വരെയൊക്കെ മനുഷ്യ ജീവിതത്തിന്റെ അല്ലെങ്കിൽ എല്ലാത്തിന്റെയും കേന്ദ്രം എന്ന് പറയുന്നത് ദൈവമായിരുന്നു. എന്നാൽ എന്താണ് പെട്രാർക്ക് പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല. എന്താണ് എല്ലാത്തിന്റെയും കേന്ദ്രം? മനുഷ്യനും. ഓക്കെ, മനുഷ്യനും അവന്റെ ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളുമാണ്. എന്താണ് പറഞ്ഞത്? മനുഷ്യനും അവന്റെ ചിന്തകളും അവന്റെ വിചാരങ്ങളും വികാരങ്ങളുമാണ് എന്തിന്റെ കേന്ദ്രം? എന്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞത്? ഒരു എന്തിന്റെയോ കേന്ദ്രം. എന്തിന്റെ കേന്ദ്രം എന്നുള്ളത് എന്താണ്? നമ്മൾ പറയുമ്പോൾ എന്താണ്? ഈ മാനവികത, എൻലൈറ്റൻമെന്റ് വരുന്നതിന് മുമ്പ് സാഹിത്യത്തിന്റെയും സാമൂഹിക ജീവിതത്തിന്റെയും കേന്ദ്രമായിരുന്നു ദൈവം. ഓക്കെ, പണ്ട് കാലത്തെ കഥകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലും എന്താണ്? ദൈവവും പിശാചും തമ്മിലുള്ള യുദ്ധം. ഓക്കെ, നിങ്ങൾ ചിത്രങ്ങളൊക്കെ, മധ്യകാല യൂറോപ്പിലെ ചിത്രങ്ങൾ മുഴുവൻ എന്താണ്? പള്ളിയും വിശുദ്ധന്മാരും ഓക്കെ മാലാഖമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്.
അപ്പം എല്ലാത്തിന്റെയും കേന്ദ്രം മനുഷ്യനാണ്. ഇപ്പൊ നമ്മൾ മനഃശാസ്ത്ര പഠനത്തിന്റെ കേന്ദ്രം മനുഷ്യനാണ് എന്ന് പറയുന്ന വാദമാണ് ഇത്. മനഃശാസ്ത്ര പഠനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മനുഷ്യനെ ഒരു കേന്ദ്ര ബിംബമായിട്ട് വെക്കണം. അവന്റെ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും ചോദനകളും ഒക്കെ ആയിരിക്കണം എന്തിൽ ഉണ്ടാവേണ്ടത്? നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. അതിന്റെ പേരാണ് മാനവികതാവാദം. ഓക്കെ, അതിന്റെ പേരാണ് എന്ത്? മാനവികതാവാദം. പോയിന്റ് കിട്ടിയോ? ഇത് തീർച്ചയായിട്ടും എന്താണ്? ഇത് തീർച്ചയായിട്ടും ഒരു മോഡേൺ ഡേ ഫിലോസഫി അല്ലേ? തീർച്ചയായിട്ടും എന്താണ്? ഒരു മോഡേൺ ഡേ ഫിലോസഫിയാണ്, ആധുനിക കാല സിദ്ധാന്തമാണ്. കാരണം എന്താണ്? പഴയ കാലങ്ങളിലൊന്നും ഇത് നിലനിന്നില്ല. ഓക്കെ, പഴയ കാലങ്ങളിലൊന്നും ഇത്തരത്തിൽ എന്താണ് മനുഷ്യനെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇതിന്റെ പിതാവായിട്ട് കണക്കാക്കുന്ന ആരെയാണെന്ന് അറിയാമോ? കാൾ റോജേഴ്സ്. അപ്പൊ എഴുതി വെക്കുക, മാനവികതാവാദത്തിന്റെ പിതാവാരാണ്? കാൾ റോജേഴ്സ്. യെസ്. പിന്നെ നമുക്ക് പതുക്കെ മാനവികതാവാദത്തിലേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആധുനിക നൂറ്റാണ്ടിലെ എന്താണ് മനഃശാസ്ത്ര സിദ്ധാന്തമാണ് മാനവികതാവാദം. 20, 21 നൂറ്റാണ്ട്, നമ്മളിപ്പോൾ ജീവിക്കുന്ന നൂറ്റാണ്ടിലുമാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഈ പറയുന്ന മാനവികതാവാദം നിലനിൽക്കുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തെ പോയിന്റ്. എന്താണ് മാനവികതാവാദത്തിന്റെ അടിസ്ഥാന തത്വം? മാനവികതാവാദത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തുണ്ട്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, ഈ മറ്റ് എക്സ്പെരിമെന്റുകളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതാണ് നമ്മുടെ പാരന്റ് കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, അതല്ലെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച ഏതായിരുന്നു? ആദ്യം പഠിച്ച നമ്മുടെ ബിഹേവിയറലിസം. ഇതിന്റെയൊക്കെ സവിശേഷത എന്താണ്? ഈ എക്സ്പെരിമെന്റുകളൊക്കെ ആരിലാണ് നടത്തിയത്? ആനിമൽസിലാണ് നടത്തിയത് അല്ലേ? ഈ എക്സ്പെരിമെന്റ് ഒക്കെ ആനിമൽസിലല്ലേ നടത്തിയത്? പ്രാവ്, പട്ടി, പൂച്ച, ഇതിലേക്കല്ലേ എക്സ്പെരിമെന്റ്സ് നടത്തിയത്? ആനിമൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തു മാത്രമേ ഉള്ളൂ? അവർക്ക് ഫിസിക്കൽ നീഡ്സ് മാത്രമേ ഉള്ളൂ. അവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ? അവർക്ക് ഫിസിക്കൽ നീഡ്സ്, ഭൗതികമായ ആവശ്യങ്ങൾ അല്ലേ? എന്താണ്? കൃത്യസമയത്ത് ഭക്ഷണം കിട്ടണം. ഓക്കെ, യെസ്, കൃത്യസമയത്ത് ഭക്ഷണം കിട്ടണം, കൃത്യകാലത്ത് മെയ്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഒരു ഡെന്ന് അല്ലെങ്കിൽ ഒരു ടെറിട്ടറി മുഴുവൻ എന്റെ കൈവശം ഉണ്ടായിരിക്കണം. ഓക്കെ, സിംഹങ്ങൾ തമ്മിൽ പോരടിക്കുന്ന കണ്ടിട്ടില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് സിംഹങ്ങൾ തമ്മിൽ പോരടിക്കുന്നത്? ടു ഗെയിൻ കൺട്രോൾ ഓവർ ടെറിട്ടറിയുടെ പുറത്ത് കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആര് പോരടിക്കുന്നത്? സിംഹങ്ങൾ പോരടിക്കുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഉള്ളി ഫിസിക്കൽ നീഡ്സ് ആണ്. ഈ ഫിസിക്കൽ നീഡ്സ് മാത്രമുള്ള ജീവികളെ വെച്ചിട്ടാണ് നമ്മൾ ആരെ കമ്പയർ ചെയ്യുന്നത്? മനുഷ്യനെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, കാൾ റോജേഴ്സ് പറഞ്ഞ വലിയൊരു കാര്യമാണ്. എന്താണ്? ഫിസിക്കൽ നീഡ്സ് മാത്രമുള്ള ജീവികളെ വെച്ചിട്ട് നിങ്ങൾ മനുഷ്യനെ കമ്പയർ ചെയ്യരുത്. കാരണം മനുഷ്യൻ എന്തു മാത്രമല്ല ഉള്ളത്? അവന് ഫിസിക്കൽ നീഡ്സ് മാത്രമല്ല ഉള്ളത്, അവന് വേറൊരു നീഡ്സ് കൂടിയുണ്ട്. അതെന്താണ്? അത് സ്പിരിച്വൽ നീഡ്സ് ആണ്. ഓക്കെ, അപ്പൊ മനുഷ്യനുള്ളത് എന്ത് നീഡ്സ് മാത്രമല്ല? ഫിസിക്കൽ നീഡ്സ് മാത്രമല്ല, മറിച്ച് എന്തുകൂടിയുണ്ട്? സ്പിരിച്വൽ നീഡ്സ് കൂടിയുണ്ട്. അപ്പം ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്, ഇനിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, അതുമല്ലെങ്കിൽ ബിഹേവിയർ, ഇതെപ്പോഴും എന്തായിരിക്കും?
ഫിസിക്കൽ നീഡ്സ് മാത്രമാണ് ഉള്ളതാണോ? ഇത് ഫിസിക്കൽ നീഡ്സ് മാത്രമുള്ള ഒരു സാധനമാണോ? പ്ലസ് പ്ലസ് എന്തുകൂടിയുണ്ട്? പ്ലസ് എന്തുകൂടിയുണ്ട്? പ്ലസ് പ്ലസ് സ്പിരിച്വൽ നീഡ്സ് കൂടിയുണ്ട്. പ്ലസ് എന്തുകൂടിയുണ്ട്? പ്ലസ് അവന്റെ സ്പിരിച്വൽ നീഡ്സ് കൂടി ഉണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ഫോർമേഷൻ നടക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? ഹ്യൂമാനിസ്റ്റുകൾ പറയുന്നത്. ഹ്യൂമാനിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മളതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ആളുടെ പേരെന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഹ്യൂമാനിസ്റ്റ് ആരാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഹ്യൂമാനിസ്റ്റ്, ഹ്യൂമാനിസത്തിന്റെ ഫാദർ ആയിട്ടുള്ള ആരാണ്? കാൾ റോജേഴ്സ്. ആ പേര് എഴുതി വെക്കണേ. കാരണം നമുക്കിപ്പോഴും ഈ തിയറികളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ പേരൊക്കെ ഒന്ന് കുറിച്ച് വെക്കണം. നമുക്ക് സ്വാഭാവികമായിട്ട് മാച്ച് ദി ഫോളോയിങ്ങിനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഹ്യൂമാനിസത്തിന്റെ മറ്റൊരു പേരെന്താണ്? ഹ്യൂമാനിസം ഈസ് അതർവൈസ് നോൺ ആസ് ഹ്യൂമൺ അല്ല, പേഴ്സൺ സെൻട്രിക് അപ്രോച്ച്. ഹ്യൂമാനിസം ഈസ് അതർവൈസ് നോൺ ആസ് എന്താണ്? പേഴ്സൺ സെൻട്രിക് അപ്രോച്ച് എന്നും ആരറിയപ്പെടുന്നുണ്ട്? ഹ്യൂമാനിസം അറിയപ്പെടുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? എന്റെ കാരണം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. എന്താണത്? എന്താണ്? പോരട്ടെ, പേഴ്സണിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പേഴ്സന്റെ എന്താണ്? ഇൻസൈഡ് തോട്ട്സ്. ഒരു പേഴ്സന്റെ ഇൻസൈഡ് തോട്ട്സ് ആൻഡ് ബിഹേവിയർ. ഇൻസൈഡ് തോട്ട്സ് ആൻഡ് ബിഹേവിയറിനാണ് എന്ത് ചെയ്യുന്നത്? പ്രാധാന്യം കൊടുക്കുന്നത്. പോയിന്റ് കിട്ടിയോ? പോയിന്റ് കിട്ടിയോ? ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? ഈ ഹ്യൂമാനിസത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി സെൽഫ് ഉണ്ട് എന്നാണ്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സെൽഫ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സെൽഫ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് സെൽഫ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പറയൂ. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സെൽഫ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് സെൽഫ് എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? ഒരു വ്യക്തിക്ക്, കാൾ റോജേഴ്സ് പറയുന്നതാണ് എന്താണ്? ഏതൊരു വ്യക്തിക്കും തന്നെ മനസ്സിലാക്കുവാനും മെച്ചപ്പെടുത്തുവാനുമുള്ള ജന്മസിദ്ധമായ ത്വരയുണ്ട്. എന്താണ് പറയുന്നത്? ഏതൊരു വ്യക്തിക്കും തന്നെ മനസ്സിലാക്കുവാൻ, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സെൽഫ്. ഞാൻ എന്തിന്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്, കേട്ടിട്ടില്ലേ? എന്താണ് എൻ്റെ ലൈഫിന്റെ പർപ്പസ് എന്ന് മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും. ഇതൊരു ഫിസിക്കൽ നീഡിൽ പെടുന്ന കാര്യമാണ്. ഇത് ഒരു ഫിസിക്കൽ നീഡിൽ പെടുന്ന കാര്യമാണോ? നിങ്ങളൊന്ന് പറയൂ.
ഒരു മൃഗത്തിനെ കൊണ്ട് ഇത് സാധിക്കുമോ? ഒരു മൃഗത്തിനെ കൊണ്ട് ഇത് സാധിക്കുമോ? നിങ്ങൾ കണ്ടിട്ടുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ്, ഒരു സിംഹം രാവിലെ എഴുന്നേറ്റ് താടിക്ക് കൈയും കൊടുത്ത് ആലോചിക്കുകയാണ്, ഞാൻ എന്തിനു ജനിച്ചു? ഓക്കെ, എന്താണ് എൻ്റെ ജീവിതത്തിന്റെ ഉദ്ദേശം? ഓക്കെ, എന്താണ് എൻ്റെ പർപ്പസ് എന്ന് ഒരു സിംഹം എപ്പോഴെങ്കിലും ആലോചിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്ന് ഒരു സിംഹം എപ്പോഴെങ്കിലും ആലോചിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ പരീക്ഷണത്തിനെടുത്ത ജീവികളെ എടുത്തേ, ഏതാണ്, പൂച്ച, പ്രാവ്, അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഓക്കെ, എന്താണ്? ബർത്ത്, റീപ്രൊഡക്ഷൻ, ഡെത്ത്. ഓക്കെ, ജനിക്കുന്നു, അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്നു, മരിക്കുന്നു. ഇതല്ലാതെ അവർക്കൊന്നും എന്തില്ല, ഒരു പർപ്പസ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ഈ ഒരു ഇൻസൈഡ് തോട്ട്. ഇൻസൈഡ് തോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകളല്ല, ഇൻസൈഡ് തോട്ട് എബൌട്ട് സെൽഫ്, അവനവനെ കുറിച്ചുള്ള ചിന്ത. ഓക്കെ, നമ്മൾ അപ്പുറത്ത് കൂടെ ഒരാൾ പോകുന്നു, ഇവനെ കുറിച്ച് ആ ചിന്തയല്ല, ഇവൻ പിന്നെയും തടി വെച്ചല്ലോ, ഇവൻ പിന്നെയും കറുത്തല്ലോ, ചേട്ടാ ഇവന് വേലയും കൂലിയൊന്നും ആയില്ലേ, ആ ചിന്തയല്ല. എന്താണ് നമ്മളെ കുറിച്ചുള്ള ചിന്ത? തോട്ട് ഓഫ്, എന്താണ്, ഇൻസൈഡ് തോട്ട് ഓഫ് സെൽഫ്, അവനവനെ കുറിച്ചുള്ള ചിന്ത. ഓക്കെ, അവനവനെ കുറിച്ചുള്ള ചിന്ത, പർപ്പസ് ഓഫ് ലൈഫ് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതെല്ലാവരും ചെയ്യുന്നില്ല. ഓക്കെ, കാൾ റോജേഴ്സിന്റെ ഏറ്റവും വലിയൊരു സങ്കടം അതാണ്. ബഹുഭൂരിപക്ഷം ആളുകളും എന്ത് ചെയ്യുന്നില്ല, അവരുടെ പർപ്പസ് ഓഫ് ലൈഫ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പർപ്പസ് ഓഫ് ലൈഫ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നില്ല. ദേ ആർ ലിവിങ് എ ലൈഫ് ജസ്റ്റ് ലൈക്ക് ആനിമൽസ്. എങ്ങനെയാണോ മൃഗങ്ങൾ ജീവിക്കുന്നത് അതുപോലൊരു ജീവിതമാണ് എന്ത് നടത്തുന്നത്, ഈ പറയുന്ന ഒരു വിഭാഗം മനുഷ്യർ നടത്തുന്നത് എന്ന് ആർക്ക് അഭിപ്രായമുണ്ട്? കാൾ റോജേഴ്സിന് അഭിപ്രായമുണ്ട്. അതിൽ അദ്ദേഹത്തെ തെറ്റു പറയാൻ ഒക്കുവോ? അതിൽ അദ്ദേഹത്തെ തെറ്റു പറയാൻ ഒക്കുവോ? നമ്മൾ തന്നെ നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ശരിയല്ലേ? അപ്പൊ ആ പോയിന്റ് കൂടി ഒന്ന് നോക്കി വെക്കുക. ഇതാണ് മാനവികതാവാദം അല്ലെങ്കിൽ ഹ്യൂമാനിസത്തിന്റെ ക്രക്സ്. ഓക്കെ, ഹ്യൂമാനിസത്തിന്റെ ക്രക്സ് ഇതാണ്. ഇത് നമ്മൾ പതുക്കെ ഇതിലേക്ക് പോകുന്ന മാസ്ലോയുടെ നീഡ് ട്രയാങ്കിൾ ഉണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു സാധനമാണ്. അബ്രഹാം മാസ്ലോ, അബ്രഹാം മാസ്ലോ, അദ്ദേഹത്തിന്റെ ഒരു നീഡ് ട്രയാങ്കിൾ ഉണ്ട്. നീഡ് ട്രയാങ്കിൾ ഞാനൊന്ന് പറഞ്ഞു തരാം, എന്നല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഓർത്ത് വെക്കുക, എന്നിട്ട് നമുക്ക് ഇന്നത്തെ പഠിച്ച കാര്യങ്ങൾ പറയാം. എന്താണ് മാനവികതാവാദത്തിന്റെ അടിസ്ഥാനം എന്ന് നോക്കൂ. മാനവികതാവാദത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് മനുഷ്യൻ എന്താണ് ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ജീവിയാണ്. ഓക്കെ, മനുഷ്യൻ എന്താണ്, ഒരു ജീവിയാണ്. പക്ഷെ അൺലൈക്ക് അതർ ആനിമൽസ്, വാട്ട് മേക്ക് എ മാൻ അല്ലെങ്കിൽ എ ഹ്യൂമൻ ബീങ് ഡിഫറെന്റ് ഫ്രം ഹിസ് ഫെലോ ആനിമൽസ്, അദ്ദേഹത്തിന്റെ മറ്റു കൂടെയുള്ള ജീവിക്കുന്ന നായകളിൽ നിന്നോ പൂച്ചകളിൽ നിന്നോ ഒക്കെ നമ്മൾ വ്യത്യസ്തരാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് കേവലം എന്തുമാത്രമല്ല, നമുക്ക് കേവലം ഫിസിക്കൽ നീഡ്സ് മാത്രമല്ല, നേരെ മറിച്ച് എന്തുണ്ട്, സ്പിരിച്വൽ നീഡ്സും ഉണ്ട്. നേരെ മറിച്ച് എന്തുണ്ട്, സ്പിരിച്വൽ നീഡ്സും ഉണ്ട്. ആയതുകൊണ്ട് മാനവികതാവാദം സമൂഹത്തെക്കാൾ പ്രാധാന്യം നൽകുന്നത് വ്യക്തിത്വ വികസനത്തിനാണ്. ഓക്കെ, ഒരു വ്യക്തിയുടെ വികസനമാണ്. ഓക്കെ, ഇൻഡിവിജ്വൽസ് കളക്റ്റീവ്ലി ഫോം ദ സൊസൈറ്റി, അങ്ങനെയാണല്ലോ നമ്മൾ കുഞ്ഞിലെ മുതൽ പഠിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ്, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ, സപ്പോസ് ഒരു പേഴ്സൺ എന്ത് ചെയ്യാണ്, എ പേഴ്സൺ ഈസ് ഫൈൻഡിങ് ദി പർപ്പസ് ഓഫ് ഹിസ് ഫിസിക്കൽ പർപ്പസും സ്പിരിച്വൽ പർപ്പസും ഒരു മനുഷ്യൻ കണ്ടെത്തി, ഒരു മനുഷ്യൻ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഒരു വ്യക്തിയുടെ സ്പിരിച്വൽ പർപ്പസും സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ പർപ്പസ് ഒരു മനുഷ്യൻ കണ്ടെത്തുകയും ആ വ്യക്തി എന്ത് ചെയ്യണം, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, ആ പേഴ്സണാലിറ്റി ഡെവലപ്പായി.
അദ്ദേഹം ഒരു ഡെവലപ്ഡ് പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യനാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ എവ്രി വൺ, ആ സമൂഹത്തിലുള്ള എല്ലാവരും അങ്ങനെ പ്രവർത്തിച്ചാലോ? ആ സമൂഹത്തിലുള്ള എല്ലാവരും അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ്? പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. പിന്നെ എന്താണ്? പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. ആ സമൂഹം വളരെയധികം നന്നായിരിക്കുന്നു. ആ സമൂഹം വളരെയധികം നന്നായിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? സമൂഹത്തെക്കാൾ പ്രാധാന്യം നൽകുന്നത് വ്യക്തിത്വ വികസനത്തിനാണ്. ഓരോ മനുഷ്യനും തന്റെ കഴിവുകളിൽ വിശ്വാസം അർപ്പിച്ച് തങ്ങളുടെ കഴിവുകളും അഭിരുചികളും പരമാവധി വികസിപ്പിക്കുന്നതിനും അതിലൂടെ ആത്മസാക്ഷാത്കാരം കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് മാനവികതാവാദം മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്തുണ്ട്? നമുക്ക് രണ്ട് നീഡ്സ് ഉണ്ട്, സ്പിരിച്വൽ നീഡ്സും ഫിസിക്കൽ നീഡ്സും. അത് രണ്ടും നമ്മൾ എങ്ങനെയാണ്? നമ്മുടെ എബിലിറ്റീസ്. നമുക്ക് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് എബിലിറ്റീസ് ആണ്. നമുക്ക് എബിലിറ്റീസ് ഉണ്ട്, പ്ലസ് മറ്റൊരു സാധനം എന്താണ്? ആപ്റ്റിറ്റ്യൂഡ്. നമുക്ക് എബിലിറ്റീസും ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡും ഉണ്ട്. നമ്മുടെ എബിലിറ്റീസിനെയും ആപ്റ്റിറ്റ്യൂഡിനെയും ചേർത്തുകൊണ്ട് നമ്മുടെ എബിലിറ്റീസിനെയും ആപ്റ്റിറ്റ്യൂഡിനെയും ചേർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ സെൽഫ് റിയലൈസേഷൻ, സെൽഫ് റിയലൈസേഷൻ. ഈ സെൽഫ് റിയലൈസേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ഈ സെൽഫ് റിയലൈസേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് സ്പിരിച്വൽ എന്ത് വേണം? സ്പിരിച്വൽ നീഡ്സ് ഉണ്ടായിരിക്കണം. നമുക്ക് സ്പിരിച്വൽ എബിലിറ്റി. നമ്മൾ ഒരാളെ എപ്പോഴാണ് നമ്മൾ സ്വയം മനസ്സിലാക്കുന്നത്? സുഹിത്തെ കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? കൺഫ്യൂഷൻ ആവുന്നുണ്ടോ സുഹിത്തെ? ഓക്കെ, നമുക്കൊരു സ്പിരിച്വൽ വെൽബീയിങ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മുടെ സെൽഫ് റിയലൈസേഷൻ നടക്കുകയുള്ളൂ. അപ്പൊ സെൽഫ് റിയലൈസേഷൻ നടത്താൻ എന്ത് വേണം? സ്പിരിച്വൽ വെൽബീയിങ് ഉണ്ടാകണം. ആ സ്പിരിച്വൽ വെൽബീയിങ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സെൽഫ് റിയലൈസേഷൻ ഉണ്ടാകും. ആ സെൽഫ് റിയലൈസേഷൻ നേടാൻ നമ്മളെ സഹായിക്കുന്ന എന്തൊക്കെയാണ്? അത് നമ്മുടെ എബിലിറ്റീസും ആപ്റ്റിറ്റ്യൂഡുമാണ്. അത് നമ്മുടെ എന്തൊക്കെയാണ്? നമ്മുടെ എബിലിറ്റീസും ആപ്റ്റിറ്റ്യൂഡുമാണ്. പോയിന്റ് കിട്ടിയോ? കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടെ പറയണം കേട്ടോ. ഇഫ് യു ഹാവ് എനി കൺഫ്യൂഷൻ, ഡോണ്ട് ഹെസിറ്റേറ്റ് ടു സ്പീക്ക് അപ്പ്. എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും പ്ലീസ് സ്പീക്ക് അപ്പ്, സംസാരിക്കൂ. അപ്പൊ നമുക്ക് അതനുസരിച്ച് നമുക്ക് എല്ലാം ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ അല്ലേ? സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത് ചെയ്യുക? ഈ രണ്ട് പേരുകൾ ഞാൻ പറഞ്ഞതാണ്. ഈ രണ്ട് പേരുകൾ ആരൊക്കെയാണ്? മാനവികതാവാദം മുന്നോട്ട് വെച്ചത് ആരൊക്കെയാണ്? മാനവികതാവാദം മുന്നോട്ട് വെച്ചത് ആരൊക്കെയാണ്? അബ്രഹാം മാസ്ലോയും കാൾ റോജേഴ്സും. ഓക്കെ, മാനവികതാവാദം അല്ലെങ്കിൽ ഹ്യൂമാനിസത്തിന്റെ വക്താക്കളായിട്ട് മുന്നോട്ട് വരുന്ന ആരൊക്കെയാണ്? എബ്രഹാം മാസ്ലോയും പിന്നെ കാൾ റോജേഴ്സുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? പേഴ്സൺ സെൻട്രിക് അപ്രോച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണല്ലോ അല്ലെ, പേഴ്സൺ സെൻട്രിക് അപ്രോച്ച്. പറയൂ, എന്താണ് ഈ പേഴ്സൺ സെൻട്രിക് അപ്രോച്ചിൽ പറയുന്നത്? അല്ലെങ്കിൽ വ്യക്തി കേന്ദ്രീകൃത സമീപനത്തിൽ എന്താണ് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്താണ്? ഓരോ വ്യക്തിക്കും സ്വയം അറിയുന്നതിനും സ്വയം മെച്ചപ്പെടുത്തുന്നതിനും ജന്മസിദ്ധമായൊരു ത്വരയുണ്ട്. അത് വളർത്തിയെടുക്കുന്നതിലൂടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആത്മസാക്ഷാത്കാരം നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. അത് വളർത്തിയെടുക്കുന്നതിലൂടെ എന്ത് സാധിക്കും? ആത്മസാക്ഷാത്കാരം നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. എന്താണ്? സെൽഫ് റിയലൈസേഷൻ. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ഓഫ്, എവിടെ നമ്മൾ എഴുതി വെച്ചത് കാണാനല്ലേ?
എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സെൽഫ് പ്ലസ് എന്താണ്? ഇംപ്രൂവ്മെന്റ് ഓഫ് സെൽഫ് പ്ലസ് അടുത്ത പരിപാടി എന്താണ്? ഓക്കെ, ഈക്വൽ ടു, പ്ലസ് അല്ല, ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു സെൽഫ് റിയലൈസേഷൻ. ഇത്ര എന്ത് പറയുന്നുള്ളൂ? നമ്മുടെ പ്രിയപ്പെട്ട കാൾ റോജേഴ്സിന്റെ പേരുകളൊക്കെ പിന്നെയും പറയുന്നത് എന്തിനാണ്? ഓർത്തിരിക്കാനാണ്. പേഴ്സൺ സെൻട്രിക് അപ്രോച്ചിൽ പറയുന്നത്. ഇത്രയാണ് എന്തിൽ പറയുന്നത്? കാൾ റോജേഴ്സിന്റെ പേഴ്സൺ സെൻട്രിക് അപ്രോച്ചിൽ പറയുന്നത്. ഓക്കെ, പോയിന്റ് കിട്ടിയോ? പക്കയല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പക്കയാണോ? റോജേഴ്സിന്റെ ഏറ്റവും വലിയ സിദ്ധാന്തം എന്താണ്? ഓക്കെ, റോജേഴ്സിന്റെ ഏറ്റവും വലിയ ചിന്ത അത് നമ്മള് ഈ ജഡ്ജിമാരാകുമ്പോൾ ജുഡീഷ്യൽ ട്രെയിനിങ്ങിന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ജുഡീഷ്യൽ ട്രെയിനിങ്ങിന് നമ്മളെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആയിട്ട് ചെല്ലുമ്പോൾ നമ്മളെ ആദ്യം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് എവറി ഇൻഡിവിജ്വൽ ഈസ് ഇന്നസെന്റ് അൺലെസ് പ്രൂവ്ഡ് അതർവൈസ്. ഒരു ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിശുദ്ധ വാക്യമാണിത്. ഓക്കെ, എവറി ഇൻഡിവിജ്വൽ ഈസ് ഇന്നസെന്റ് അൺലെസ് പ്രൂവ്ഡ് അതർവൈസ്. തന്റെ മുമ്പിൽ വരുന്ന എല്ലാവരും എന്താണ്? എല്ലാവരും നിരപരാധികളാണ്, മറിച്ച് തെളിയിക്കുന്നത് വരെ. ഇതേ കാര്യമാണ് ആര് പറഞ്ഞത്? കാൾ റോജേഴ്സ് പറഞ്ഞത്. എന്താ റോജേഴ്സ് പറഞ്ഞത്? എവറി ഇൻഡിവിജ്വൽ ഈസ് ഗുഡ്. ഓക്കെ, എല്ലാ മനുഷ്യരും എന്താണ്? നന്മ നിറഞ്ഞ മനുഷ്യരാണ്. ഗുഡ് അല്ലെങ്കിൽ എന്താണോ? ഫിൽഡ് വിത്ത് വിർച്യൂ. എവറി ഇൻഡിവിജ്വൽ ഈസ് ഗുഡ് അല്ലെങ്കിൽ എന്താണ്? ഫിൽഡ് വിത്ത് വിർച്യൂ. നന്മയായിട്ട് എന്ത് ചെയ്യാണ്? ചേർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ നന്മയാണ്. ഓക്കെ, മനസ്സിലായോ? കാൾ റോജേഴ്സ് ഇതാണ് പറയുന്നത്. അപ്പൊ തിന്മ ചെയ്യുന്നതോ? അതാണ് ഞാൻ തുടക്കത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എന്തിനാണ് നമ്മൾ സൈക്കോളജി പഠിക്കുന്നത് എന്ന് പറഞ്ഞപ്പം അതിന്റെ ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞത് എന്താണ്? മോഡേൺ സൈക്കോളജി ആൻഡ് ക്രിമിനോളജി അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? മോഡേൺ സൈക്കോളജി ആൻഡ് ക്രിമിനോളജി ട്രീറ്റ്സ് ക്രൈം ആസ് എ ഡിസീസ്. ക്രൈം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിസീസ് ആയിട്ടാണ് ആധുനിക മനഃശാസ്ത്രം കാണുന്നത്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്? ഹ്യൂമാനിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു മോഡേൺ ഡേ ഫിലോസഫിയാണ്. സൈക്കോളജിയിൽ തന്നെയുള്ള ഒരു മോഡേൺ ഡേ ഫിലോസഫിയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളിത് പഠിക്കുന്നത്. സോ ഇദ്ദേഹം എന്താണ് പറയുന്നത്? കാൾ റോജേഴ്സിന്റെ സിദ്ധാന്തം മനസ്സിലായോ? എവറി ഇൻഡിവിജ്വൽ ഈസ് ഗുഡ്. ഈവിൾ വിത്തിൻ ദം ഇസ് എ ഡിസീസ്. ഇപ്പൊ എനിക്ക് കാഴ്ചക്ക് പ്രശ്നമുണ്ട്, അതൊരു ഡിസീസ് ആണ്. ചില ആൾക്കാർക്ക് കേൾവിക്ക് പ്രശ്നം ഉണ്ടാകും, അതൊരു ഡിസീസ് ആണ്. ചില ആൾക്കാർക്ക് ക്യാൻസർ വരുന്നു, അതൊരു ഡിസീസ് ആണ്. അതുപോലെ അക്കോർഡിംഗ് ടു ഹ്യൂമാനിസ്റ്റ്, അക്കോർഡിംഗ് ടു മോഡേൺ ഡേ സൈക്കോളജിസ്റ്റ്, അക്കോർഡിംഗ് ടു മോഡേൺ ഡേ ക്രിമിനോളജിസ്റ്റ്, ക്രൈം ഈസ് എ ഡിസീസ്. ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്ന ജഡ്ജിമാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആൾക്കാരെ പേര് ഞാൻ പറഞ്ഞു. ഒന്ന് ജസ്റ്റിസ് KT തോമസും മറ്റൊന്ന് ജസ്റ്റിസ് VR കൃഷ്ണയ്യരും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്കിത് പറയാനുള്ളത്. സോ ഇന്നത്തെ ജസ്റ്റ് ഹ്യൂമാനിസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ജസ്റ്റ് അപ്പം എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് വിൽ കണ്ടിന്യൂ ദ നെക്സ്റ്റ് ഡേ. ഓക്കെ, നമുക്ക് ബാക്കി അടുത്ത ദിവസം. ഓക്കെ, താങ്ക് യു.